ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ചോദിച്ചു ഇത്രയും ദിവസം സബ്സ്ക്രിപ്ഷൻ കുഴപ്പമില്ലായിരുന്നല്ലോ. ഈ സമയത്ത് ലാസ്റ്റ് ഇനി ജില്ല അതൊന്നും ആയിരിക്കത്തില്ല. ഇല്ല, റെഡി ആയിട്ട് ബ്രോ. റെഡി കൊറേ പേർക്ക് ചാടാൻ പറ്റുന്നൊക്കെ പറയണം കേട്ടോ. എനിക്ക് സ്റ്റിൽ PL 24 കാണിക്കുന്നത്. കുറയുന്നുണ്ട്. പിങ് പറഞ്ഞു. അത് പിങ് കയറിന്റെ PL ആയിരുന്നു ബ്രോ. കുറയുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. കൊറേ പേർക്ക് ചാടാൻ പറ്റിയില്ലെന്നൊക്കെ പറയണം കേട്ടോ. ഡെസ്ട്രോ എന്ന് തോന്നുന്നു ചാടാൻ പറ്റിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഗൈസ്, എന്തായാലും നമുക്ക് നോക്കാം. ഫൈനൽസിൽ ഇതുവരെ നമുക്ക് ഒരു ഇഷ്യൂസും ഇല്ലാതെയാണ് ഈ ടൂർണമെന്റ് ഇവിടെ വരെ വന്നത്. എന്തായാലും നമുക്ക് നോക്കാം. കത്തിയോ? കത്തി മൊത്തത്തിൽ കത്തി. ഒരു ഇഷ്യൂ ഇല്ലാതെ ഇവിടെ വരെ വന്നതാണ്. ഒരു ഇഷ്യൂ ഇല്ലാതെ. ചാടാൻ പറ്റാണ്ട് ചാവുന്നുണ്ട്. എല്ലാരും കത്തി. കഴിഞ്ഞ കളി ഉണ്ടായിരുന്നു അവിടെ? ഇല്ലല്ലോ. ഫസ്റ്റ് കളിയിൽ കുഴപ്പമില്ലായിരുന്നു. IP ലീക്ക് ആക്കിയോ ആരെങ്കിലും? എടാ ബാക്ക് എൻഡിലൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞ DDoS വരുന്നുണ്ടോന്ന് നോക്കിട്ട് വരാം. കുഴപ്പമില്ല ഗൈസ്, എന്തായാലും ചെക്കാക്കാം, നമ്മള് നോക്കാം. എന്തായാലും നല്ല പോലെ തന്നെ ഫൈനൽസ് നമ്മള് കാണിച്ചു തന്നിട്ടേ പോളൂ. ഡോണ്ട് വറി. ഗൈസ്, ഇല്ല, നമ്മൾ ഈ 12 ടീമിനെ ഇട്ട് ഓൾറെഡി ടെസ്റ്റ് ഒക്കെ നടത്തിയതാണ് നല്ല രീതിയിൽ. ഫുൾ സ്ലോട്ട് ആയതുകൊണ്ടൊന്നും അല്ല. 120 120 സ്ലോട്ട് ഇട്ട് നമ്മള് ടെസ്റ്റ് മാച്ചുകളെല്ലാം നടത്തി. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ടെസ്റ്റ് മാച്ച് നടത്തിയാണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ ടൂർണമെന്റിന്റെ പുറകില് കഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് VCയിൽ ഇരിക്കുന്ന ഇവിടെല്ലാം നമ്മുടെ സ്റ്റാഫുകൾ കുറേ പേര് ഒരു സെക്ഷൻ നോക്കുന്നു. ആൻഡ് ഇവിടെ അടുത്ത് അതായത് കണ്ടോ, ഡെവലപ്പിംഗ് സൈഡ് ഫുള്ള് ഇതാ ഇവിടെ ഉണ്ട്. ഡെവലപ്മെന്റ് സൈഡ് മൊത്തം പോയിന്റ് ടേബിൾ, സ്കോർ ബോർഡ് നോക്കാൻ വേറെ ചെറിയ നിങ്ങൾ കാണുന്നത് വിചാരിക്കുന്നത് പോലെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പരിപാടിയല്ല ഇത്. എന്ന് വെച്ചാൽ ഇത്രയും പേരുടെ കഷ്ടപ്പാടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു ടൂർണമെന്റ് ഒക്കെ നടത്തുമ്പോൾ ഇത് ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഗൈസ് ഒരിക്കലും ഈ ഒരു ടൂർണമെന്റ് നടത്തുന്നതൊന്നും വേറെ ആൾക്കാരെ ബാധിക്കുന്നത്. ഇത് കേരളത്തിലുള്ള മലയാളികൾ, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മലയാളികൾ തന്നെയാണ് ഈ DDoS അടിപ്പിക്കും. മറ്റേ ഇതിനകത്ത് നമ്മുടെ വെബ്സൈറ്റ് DDoS അടിക്കുന്നത് എല്ലാ അവന്മാരും തന്നെ, മലയാളത്തിലുള്ള മലയാളി ആൾക്കാർ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇവന്മാരൊക്കെ ഫ്രസ്ട്രേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നാമത് വേറെ ആരും ഇവിടെ പൈസ കൊടുത്ത് മുടക്കി ഒരു ടൂർണമെന്റ് ഈ ഗെയിമിംഗ് പുഷ് ചെയ്ത് കൊണ്ടുവരാൻ ആരുമില്ല. അത് തയ്യാറെടുക്കുന്നവരുടെ മണ്ടയ്ക്കാണ് കൊണ്ടുതരുന്നത്. ഉറപ്പിച്ചോടോ? ഇല്ലല്ലോ. നോക്കട്ടെ ചേട്ടാ, കഴിഞ്ഞ 4 ദിവസമായിട്ട് DDoS അടിച്ചോണ്ടിരിക്കുക വെബ്സൈറ്റ്. അത് പറഞ്ഞായിരുന്നു. അത് അപ്പൊ പിന്നെ ചേട്ടാ DDoS എല്ലാം ഉറപ്പിക്കാൻ എന്താ അതിന്റെ കാര്യം? ഇപ്പോഴാ സെർവറിന്റെ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞ സൈറ്റ് അന്ന് മനസ്സിലായി. സൈറ്റ് അടിക്കുന്നുണ്ട്, അതോമാർ ഇന്നും അടിക്കുന്നുണ്ട്. അതടിച്ച ഒന്നും നമുക്ക് അഫക്റ്റ് ആവത്തില്ല. പക്ഷെ ഇതാണ് പ്രശ്നം. സെർവറില് ഇത് 12 ടീമിനെ വെച്ച് നടത്തിയല്ലോ ടെസ്റ്റ് മാച്ച്. ചേട്ടാ 12 ടീമിനെ വെച്ച് നമ്മൾ 5 ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഒരു ചൂട് ചായ ഇട്ടിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് ചായ കുടിക്കൂ. നീ ചില്ലാവോ? അതൊന്നും ആയിരിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുക. ഗൈസ്, ഒരു 5 മിനിറ്റ് ബ്രേക്ക്. നമുക്ക് 5 മിനിറ്റിനുള്ളിൽ എല്ലാം ഫിക്സ് ചെയ്യാം. ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ലോബി മൊത്തത്തിൽ പോവും. നമ്മൾ ഓൾറെഡി കളഞ്ഞല്ലോ ലോബി.
കളഞ്ഞത് സെർവർ ഡൗണാ. എടാ ഈ ഡീഡോസ് അടിക്കുന്ന ശ്വാനപുത്രന്മാരെ ഇതിനൊക്കൊന്നും പറ പണിയില്ലേ? കാര്യമായിട്ട് ചോദിക്കുക. ഇത് ലാസ്റ്റ് ദിവസം വന്നിട്ട് ഈ കൊണാവധികാരം കാണിക്കുന്നവന്മാര്. ഓരോരുത്തന്മാരിടുന്ന കമന്റ് ഒക്കെ കാണുമ്പോ ഉണ്ടല്ലോ, ഇവനെയൊക്കെ പിടിച്ച് ഈ ചൂട് കാപ്പിക്കകത്ത് ഇവന്റെ സാധനം പിടിച്ചങ്ങ് മുക്കണം ഇങ്ങനെ. എന്നാലും ആ സൗണ്ട് കേൾക്കണം, പോയൊക്കെ വരണം ഇങ്ങനെ. പ്ലാസ്റ്റിക് എടാ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ എല്ലായിടത്ത് എടാ ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഈ തെറി വിളിക്കുന്നവന്മാരെടുത്ത് എടാ എന്ത് ഉപയോഗോടെ ഉള്ളു ഇതിനൊക്കെ ഒന്ന് തെറി വിളിച്ചു? ചെറിയെല്ലാം ചോദിക്കുക. അതിന്റെ ഇടയ്ക്ക് കൂടെ വന്നിട്ട് പറയാണ്, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. അതാ ഇപ്പൊ ഒരുത്ത വന്നിട്ട് പറയാട്ടോ, RSS തോറ്റപ്പോഴാണ് ഡീഡോസ് വന്നതെന്ന്. അപ്പൊ ഞാനത് അത് നോക്കിയിട്ട് പറയണം, നമ്മൾ എന്തേലും പറയണം. ആ ശരിയാ, അതിന് വേണ്ടിയിട്ടാണ് അടുത്തത്, മനസ്സിലായ? അത് നമ്മൾ അതിന് ചാറ്റിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നോക്കി അങ്ങനെ ഒരുത്തിന് ഇരിക്കണം. പിന്നെ R7 ആരും തെറി വിളിക്കാത്ത സമയത്ത് R7 ലിയോ എന്നും പറഞ്ഞിട്ട് ഒരു അപരാധം അങ്ങനെ പേരിട്ട് വന്ന് തെറി വിളിക്കുന്നു ജോഗി. അവിടുന്ന് ഇപ്പൊ ഏതെങ്കിലും ഒരിടത്തുനിന്ന് തെറി വിളിക്കണമെങ്കിൽ അങ്ങനെ ഒരു പേരിട്ട് വരത്തില്ല അവന്മാർ യഥാർത്ഥ ആൾക്കാരാണെങ്കിൽ. ഈ അതേ പേരിട്ട് വന്ന് ഈ ഇവിടെ ചീത്ത വിളിക്കുന്നത് അവന്മാരൊക്കെ ഹേറ്റ് മേടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാ, മനസ്സിലായ? അത് എല്ലാ സൈഡിലും ഉണ്ട്. അത് അവിടെ നിന്ന് മാത്രമല്ല, അത് എല്ലായിടത്തും ഉണ്ട്. അതുപോലെ TV ഫാൻ ആണെന്ന് പറഞ്ഞാൽ അവന്മാരുടെ അടുത്ത് പോയിട്ട് തന്തലാഴി വേറെ പറയും. ഏറ്റവും ഡീഡോസ് അടിക്കുന്നവനോട് നാളെ തന്നെ നിന്റെ GFL പെണ്ണുമ്പോൾ നിന്നെ തേക്ക് വന്നു നവനീത് 500. എന്തൊക്കെയാണ് അതിനൊക്കെ? അതൊക്കെ ഉള്ളവർ പണി ചെയ്യൂ. അവന് പെണ്ണില്ലാതെ വെറുതെ ഇരിക്കുന്നുണ്ടാണ് അവൻ ഈ പണി ചെയ്തോണ്ടിരിക്കുന്നത്, മനസ്സിലായ? എന്ത് മെനക്കെടണമെന്ന് ആലോചിച്ച് നോക്ക്. ഒരു കേറിക്കോട്ടാ, സെറ്റായോ? ചെയ്തിട്ടുണ്ട്, റീസ്റ്റാർട്ട് അപ്പാപ്പൻ വന്നിട്ടുണ്ട്, അപ്പാപ്പൻ ചെക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ഓഹോ, അപ്പാപ്പൻ എത്തിയിരിക്കുന്നു. ദ ടെക് പ്രോ. ഇപ്പൊ സെർവർ മൊത്തത്തിൽ കത്തുക, ആർക്കും കയറാൻ പറ്റാത്ത രീതിയാവും ഇപ്പൊ. 10 ദിവസം കഴിഞ്ഞ അപ്പാപ്പ വന്ന് ഫൈനൽ ഇന്നില്ല ഫൈനൽ. പുള്ളി ഇനി ആ ഫൈനലെല്ലാം പണിത് സെർവർ തിരിച്ചു വരുമ്പോഴത്തേക്കിന് എന്തായാലും ഒരു 5 ദിവസം എടുക്കും. അതിനിടയ്ക്ക് ഗോഗു വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു. എനിക്ക് എന്തിരുടെ ഇവനെങ്കിൽ എനർജി 10% നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. കണക്ടിങ് ടു റോക്ക് സ്റ്റാർ ഗെയിംസ്, ഇതൊന്നും എന്താ കണക്ട് ആവാത്തെ? അതെന്റെ ഇന്ന് ഫൈനല് മാത്രം ഇങ്ങനൊരു ഇതെങ്ങനെയാ കൈ സംഭവിച്ചത്? നിന്റെ ലൈറ്റ് കുറവാണോടാ? ആ ലൈറ്റ് ഞാൻ കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക. തലവേദന എടുക്കുന്നോണ്ട് ഞാൻ ലൈറ്റ് ഫുഡ് കഴിച്ചാൽ നിന്നെ അത് ബാധിക്കൂ. ഫുഡ് കഴിച്ചില്ലെങ്കിൽ നിന്നെ അത് ബാധിക്കൂ. Frustrated ആയിട്ടുള്ളവരോട് keep tired. We all will wait until the tourney ends. Keep going English. AK, thank you so much for the 2000 kick points. AK, thank you so much AK. Thank you so much. ടാസ്ക് മാനേജറിൽ നിന്ന് എൻഡ് ചെയ്യട്ടെ. ചായ കുടിച്ചോണ്ടിരിക്കുക, വായുപുള്ളി. Thank you so much AK. Thank you so much for the 2000 kick points. നല്ല ചൂടായിരുന്നു. Shake, thank you so much for the 5 Eagle Gaming membership gift. Thank you so much. ഞാൻ ലൂപ്പായിരുന്നു പിടിക്കാനുള്ള ചുമയും. ചെവി പൊട്ടി സത്യം. താങ്ക് യു സോ മച്ച് AK. എടാ എന്റെ 5MA ലോഞ്ച് ആവുന്നില്ല എനിക്ക്. അതൊന്ന് റീസ്റ്റാർട്ട് അടിച്ചേക്കലോ, മറ്റേ സ്റ്റാഷിന്ന് കളഞ്ഞിട്ട്. ഞാൻ കളഞ്ഞിട്ട് അടിച്ചു എന്നിട്ടും വരുന്നില്ല. നിന്റെ PC-യുടെ IP കിട്ടി കാണും. നീ കാമായിട്ട് ടാസ്ക് മാനേജറിൽ പോയിട്ട് അത് ക്ലോസ് ആക്കിയിട്ട് ഒന്നുകൂടെ ഓപ്പൺ ആക്കി. ടാസ്ക് മാനേജർ പോയി ക്ലോസ് ആക്കി നോക്കി. എന്റെ മൊത്തത്തിൽ എന്നെ കൊണ്ടുപോയെന്നാ തോന്നുന്നത്. ഇത് എന്നോട് ദേഷ്യമുള്ളവനാണ്. വീടിന്റെ പുറത്തെങ്ങനെ ആരുണ്ടോ നോക്ക്. PC ഒക്കെ ആയിട്ട് ലാപ്ടോപ്പ് ഒക്കെ ആയിട്ട്. എന്റെ 5 ഓൺ ആയി വരുന്നില്ല കേട്ടോ. ആണോ? അപ്പൊ കാസ്റ്ററിനെ രണ്ടുപേരാണ് പൊക്കിയതാ. എന്നാലും നിന്റെ UK ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചവൻ? ഞാൻ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ എറണാകുളത്ത് കിടക്കുന്നതാണെന്ന് പറയാം. നിന്റെ ഒക്കെ കണ്ടുപിടിച്ചവൻ
അളിയ നീ ഇവിടെ കുണ്ടന്നൂർ എന്തോ ഇല്ലേ? നീ സത്യം പറ, നീ സത്യം പറ അളിയ. UK നോക്ക് കുണ്ടന്നൂരാ? ഇത് എന്താ ഗൈസ്? ഇല്ല എടാ, നിനക്ക് ഇത് 5M ലോഞ്ച് ആവുന്നുണ്ടോ? പോകുമ്പോ ഇത്ര ചന്തയില്ലായിരുന്നു കേട്ടാ. 5M doesn't support running. നിങ്ങൾക്ക് 5M ലോഞ്ച് ആവുന്നുണ്ടോ? ഇല്ലില്ല, കണക്ടിങ് ടു റോക്ക് സ്റ്റാർ ഗെയിം സർവീസ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ 5M അടിച്ചു പോയി. ഒരു റീസ്റ്റാർട്ട് ഇവിടെ ഉണ്ടാവും. 5M ഇല്ലാതെ എന്ത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? ഗൂഗിൾ ഓപ്പൺ ആവുന്നുണ്ടോടാ? ഇല്ല. ആർക്കും ഓപ്പൺ ആവില്ല. ഇല്ല, ഇല്ലില്ല, റോക്ക് സ്റ്റാർ ഗെയിം സർവീസിന്റെ മറ്റേ കണക്ടിങ് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാ 5M പോയതാട്ടാ. ഞാൻ ഇതിനകത്ത് നിൽക്കുന്നു. അത് നമുക്ക് കേറാൻ പറ്റില്ല, പിന്നെ കേറാൻ പറ്റുന്നില്ല. അതാ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടോ നോക്കിക്കേ. വേറെ ഒരിക്കലും അതുണ്ടോന്ന് നോക്കിയിട്ട് വരാൻ പറ്റി. എന്തായാലും ഇപ്പൊ റീസ്റ്റാർട്ട് പോകുന്നുണ്ട്. അനീക് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 500 കിക്ക് പോയിന്റ്. താങ്ക് യു ഫോർ ദ ടൂർണമെന്റ് അണ്ണാ. താങ്ക് യു. എനിക്ക് ഓക്കെ. എനിക്ക് ഓക്കെ. അനലൈസിംഗ് ഗെയിം ഡേറ്റ വന്നു 5M വന്നു. റീസ്റ്റാർട്ട് ഉണ്ടോ? കേറണോ? ഇപ്പൊ കയറണ്ട. ഒരു റീസ്റ്റാർട്ട് ഇട്ടിരിക്കുന്നു. മൊത്തത്തില് റീസ്റ്റാർട്ട്. മാലിക്കേ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. മാലിക്കേ, തൊണ്ട എല്ലാം പോയി. മാലിക്കേ, വെൽക്കം ടു ഏത് മാലിക്കാടാ? പഴയ മാലിക്കോ? RS7 മാലിക്ക് ഇപ്പം. കോൾ കണ്ണാപ്പി. എന്തിന് സെർവർ ശരിയാക്കാനാ? സെർവറിന്റെ സ്പെല്ലിംഗ് പോലും അറിയത്തില്ല അവന്. അല്ലല്ല, അടിയൊന്നുമല്ല. ലീഡേഴ്സ് അല്ലല്ലോ. 5M ശരിയാവോ ഇന്ന്? അറിയത്തില്ല. അത് സാധാരണ അവര് പെട്ടെന്ന് റെഡിയാക്കാറുണ്ട്. ഞാൻ റോക്ക് സ്റ്റാറിലോട്ട് ഒന്ന് വിളിക്കട്ടെ ഒരു മിനിറ്റ്. 5M ഓപ്പൺ ആവുന്നില്ല എനിക്ക്. നിങ്ങൾക്ക് ആരെങ്കിലും ഓപ്പൺ ആവുന്നുണ്ടോ? ഓപ്പൺ ശരിയായി, ഫിക്സ് ആയി. ലാസ്റ്റ് ആയി. ഫിക്സ് ആയാ? ഇപ്പൊ റെഡി ആയി. നേരത്തെ ഓപ്പൺ ആയില്ല. പക്ഷെ 5Mന്റെ ഉള്ളില് ഫുൾ മറ്റേ നമ്മുടെ ഇതിന്റെ മാത്രം കാണിക്കുന്നുള്ളൂ. സാധാരണ അവിടെ മറ്റേ കേറാൻ പറ്റുന്ന സെർവറിന്റെ ഒക്കെ കാണിക്കാറുണ്ടല്ലോ. റോക്സ്റ്റാറിനെ വിളിച്ചിട്ട് നമ്മുടെ മാത്രം ഒരു ഓപ്പൺ ആക്കി കിട്ടിയ മനസ്സിലായി. നമ്മുടെ മാത്രം ഇത് ഇന്ന് ഗ്ലോബലി എല്ലാവർക്കും ഈ സെർവർ മാത്രമേ കാണിക്കുള്ളൂ. പ്രയോറിറ്റി ക്യൂ. There was an issue while authenticating your game section. Keep verify your internet connectivity and try again later. If the issue persists, check the status page. സെർവർ അപ്പായോ? ഇല്ല, 5M അപ്പായിട്ടില്ല. 5M അപ്പായല്ലോ. ഇല്ല. All service operational. അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഓപ്പൺ ആയി, ഇവർക്ക് ഓപ്പൺ ആവുന്നില്ലേ? ഞാൻ ഇതിനകത്ത് ഇരിപ്പുണ്ട്, പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല. കണക്കടിച്ചിട്ട് കയറുന്നുണ്ടോ? ഒരു സബ് കൂടെ ഉണ്ടായിരുന്നു. അയ്യോടെ എനിക്ക് കാണിക്കുന്നില്ലല്ലോ. രമേശ് അല്ല, രമേശ് അല്ലല്ലോ, റംഷീദ് കണ്ണൂർ ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ 1 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ബ്രോ. താങ്ക് യു സോ മച്ച് ഗൈസ്. ഇത് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഇഷ്യൂ അല്ല. 5Mന്റെ ഗ്ലോബൽ സെർവർ കംപ്ലീറ്റ്ലി ഡൗൺ ആണ്. കറക്റ്റ് ദിവസം തന്നെ അത് സംഭവിച്ചു. അതൊന്നുമില്ല. ഇപ്പൊ ഗ്യാപ്പ് പരസ്യം ഇപ്പൊ പറയാൻ പറ്റുന്ന സമയമല്ല. നീ ഒരു പരസ്യം പറഞ്ഞാൽ ഞാൻ സ്ക്രീനിൽ വന്നു പരസ്യം. അതല്ലേ. അപ്പോ നമ്മുടെ ഈഗിൾ എക്സ്ലാഷൻ നടത്തുന്ന GTA PvP ടൂർണമെന്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണമായിരിക്കും. ഇന്നത്തെ ഫൈനൽസ് എന്തായാലും പൂർത്തിയാക്കുന്നതായിരിക്കും. സോ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ആര് കൊണ്ടാ? വൺ ആൻഡ് ഓൺലി